ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഡ്മിറ്റായി, വടകര സ്വദേശിനി. അപ്പോ പ്രഷർ ഹൈ ആണ്. അപ്പൊ കുടുംബക്കാരാകെ ബേജാറായി. ആ കൂട്ടത്തിൽ എന്തോ എന്നെ അറിയുന്ന ഒരാള് ഫോൺ വിളിച്ചു. ഞാൻ അള്ളാന്റെ കലാമിന്റെ ബർക്കത്ത് ഇവിടെ പറയാതെ പോയാ ഒരു അദബ് കേടായി പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മുബാറക്കായ ശഅബാനിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒരു ആയാത്തിന്റെ ഫളില് പറയാതെ പോയാൽ, അതിന്റെ ഗുണം പറയാതെ പോയാൽ അതൊരു അദബുകേടായി പോകും. ഈ മാസത്തോട്, ഈ ആയത്തിനോട്, അള്ളാന്റെ കലാമിനോട് കാണിക്കുന്ന അദബുകേടായി പോകും. അപ്പൊ വിഷയം പറഞ്ഞു. തലേന്ന് രാത്രി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, പ്രഷർ കൂടിയിട്ട് ഇടങ്ങാറാണ്, കാലിനൊക്കെ നീര് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്, ബേജാറിലാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരായത്ത് 41 തവണ ആ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ചിട്ട് പാരായണം ചെയ്യണം. ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ്. ഇത് വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന ചികിത്സയാണ്. മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ ശിരസിൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നയാളുടെ വലത് കൈ വെക്കണം. 41 തവണ ഈ ആയത്ത് പാരായണം ചെയ്യണം. നിശ്ചയം ബിഫളില്ലാഹ് ആ കുട്ടിയുടെ പ്രഷർ നോർമലാകും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു, പ്രഷർ നോർമലാണ്, കാര്യങ്ങൾ റാഹത്താണ്, പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് ജലീൽ ദാരിമി പറയുന്നത്. അള്ളാന്റെ കലാമിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ എത്ര അനുഭവം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര അനുഭവം പറയാനുണ്ട്? ഈ ഒരൊറ്റ ആയത്തിലൂടെ നിലവിൽ BP-യുടെ മരുന്ന് കുടിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകളെ എനിക്കറിയും. പിന്നെ അക്കൂട്ടത്തിൽ BP-യുടെ കംപ്ലൈന്റിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ സ്റ്റേജിലേക്ക് വന്നപ്പോ അവിടെ മുരിങ്ങയുടെ മരം കണ്ടു. അല്ലേ, മുരിങ്ങ മരല്ലേ? BP എന്ന അസുഖത്തിന്റെ 1-ാം നമ്പർ മരുന്നാ നിൽക്കുന്നു. ഇതൊക്കെ പറഞ്ഞു തരുമ്പോ മെഡിക്കൽ ഷോപ്പുകാർക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല, നടത്തുന്ന ആരും ഉണ്ടെങ്കിൽ. ഇതെന്താ പറയാ, ഇവിടെ മുരിങ്ങയുടെ മരം വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ. കോവിഡ് കാലത്ത് കുറച്ച് ഉപയോഗം കൂടിയെന്നോന്ന് സംശയമുണ്ട്, അല്ലേ? കോവിഡ് കാലത്ത് മുരിങ്ങന്റെ മരം തന്നെ മുറിച്ചുകൊണ്ട് പോയി കറി വെച്ചിനോന്ന് സംശയമുണ്ട്. വാട്സപ്പിലെല്ലാം ചിലപ്പോ അങ്ങനെ കാണാം. മുരിങ്ങയുടെ മരം, മുരിങ്ങയുടെ ഇല എത്ര അമൂല്യമായ ഔഷധമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തന്റെ ഭൂമികയിൽ തന്റെ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങൾ എത്ര അത്ഭുതകരമാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രോഗം ശിഫയാവേണ്ടതാണ്. പക്ഷെ നമുക്ക് ശിഫയാവുന്നില്ല. അള്ളാന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വചനം പഠിച്ചു നോക്കുമ്പോ സർവ്വരോഗത്തിനും ശമനമുണ്ട്. ശിഫ ഇറക്കിയിട്ടല്ലാതെ അള്ളാഹു രോഗത്തെ ഇറക്കില്ല. പനി ഒരു നാട്ടിൽ ഇപ്പൊ കൊറോണ വിഷയം വന്നപ്പോ ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. എല്ലാവർക്കും ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. ഈ രാജ്യത്ത് ആയുഷ് മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, മന്ത്രാലയം. കൊറോണ വന്നപ്പോ ആയുഷ് മിനിസ്റ്ററിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, ടീച്ചർക്കല്ല, ഡോക്ടർ ഹർഷവർദ്ധൻ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിക്ക് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ പോയി, ഒരു കത്ത് പോയി. മനസ്സിലാക്കണം. കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരു ലെറ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്. എന്താ ലെറ്റർ? കൊറോണ എന്ന് പറയുന്ന ഇഷ്യൂസ്, കൊറോണ പ്രശ്നം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഔഷധ ശാസ്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയും. ചരിത്രമാണിത്. ഇത് ഗവൺമെന്റ് രേഖയാട്ടോ. ജലീൽ ദാരിമി ഇപ്പം പ്രസംഗിക്കുന്നത് രേഖയിലുള്ള കാര്യമാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ വഴി.
ഇതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി. 20ഓളം ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സിസ്റ്റത്തിലൂടെ ഇതിന്റെ മരുന്നുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും മിനിസ്റ്ററിക്ക് അത് സമർപ്പിക്കുകയും ചെയ്തു. ഒക്കെ രേഖയാണ്, ഒക്കെയും രേഖയാണ്. അതിന്റെ അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോ 2-3 വർഷങ്ങൾ കഴിയേണ്ടി വരും. രാജ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപരമാകുന്ന രൂപത്തിൽ അതിന്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ അത് കേൾക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ അത് ബോധ്യപ്പെടുത്താനാണ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സർവ്വരോഗത്തിനും ശിഫയുണ്ട്. ശിഫ ഇറക്കാതെ, അപ്പൊ ശിഫ ഇറങ്ങാതെ, ഒരു രോഗത്തിന്റെ മരുന്നിറക്കാതെ അള്ളാഹു ഒരു രോഗത്തെ ഇറക്കില്ല. മനസ്സിലാക്കണം. വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മഖ്ബറ. ഈ മഖ്ബറയുടെ പിറകുവശത്തായി കുന്നിൻ ചെരുവാണ്. ക്യാൻസർ രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള ഔഷധങ്ങൾ അവിടെ സുലഭമാണത്രേ. നിങ്ങൾ ആലോചിച്ച്, ചേലോട് മക്കാം എന്ന പേര്. ഇതൊക്കെ അത്ഭുതമാണ്. ഞാൻ ആ ദേശത്തിന്റെ പേരടക്കം, ആ മക്കാമിന്റെ പേരടക്കം എന്തിനാ പറയണത്? നിങ്ങളിൽ അന്വേഷണ താല്പര്യമുള്ളവർ അന്വേഷിക്കട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു ഇത് വിശ്വാസികളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. ഞാൻ സംസാരിക്കുന്നത് അവിശ്വാസികളോടല്ല, ഹദീസ് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ. അള്ളാന്റെ ഹബീബിന്റെ വാക്ക് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇതിൽ വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ വർത്തമാനം പറയുന്ന, ഊഹങ്ങൾ പറയുന്നയാളല്ല, കെട്ടുകഥകൾ പറയുന്നയാളല്ല. യന്തിഖു അനിൽ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ. കെട്ടുകഥകൾ, ഊഹം സംസാരിക്കുന്നയാളല്ല. വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹി പ്രകാരം മാത്രമേ അവിടുന്ന് സംസാരിക്കാറുള്ളൂ. ഇത് വിശ്വാസമാണ്, ഇത് അഖീദയാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. നമ്മൾ സുന്നികളാണ്, നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആളുകളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയാണ് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊഹങ്ങൾ പറയില്ല, കെട്ടുകഥകൾ പറയില്ല. അല്ലാഹുവിന്റെ വഹി പ്രകാരം സംസാരിക്കുന്നു. അലൈക്കും ശിഫാഈൻ, നിങ്ങൾക്ക് രോഗം ശിഫയാവാൻ 2 വഴികൾ പറഞ്ഞു തരാം. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് ഖുർആനാണ്, ഒന്ന് ഖുർആൻ. അപ്പൊ ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ്, ഹുദൽ ലിന്നാസ്. ഖുർആൻ ഹിദായത്തിന്റെ കിതാബാണ്, സംശയമില്ല. പിന്നെയോ ഖുൽ ഹുവ ലില്ലദീന ആമനൂ. ഖുർആനിലെ ഒരു ആയത്താണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? വഅൽ കേൾക്കാനിരിക്കുന്നവർക്ക്, നസ്വിഹത്ത് കേൾക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഹുവ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ കിതാബാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. ഖുൽ ഹുവ ലില്ലദീന ആമനൂ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. ആ ലാസ്റ്റത്തെ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹുദം വശിഫാ. ഈ ഗ്രന്ഥത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ഗ്രന്ഥത്തിൽ, അതായത് അള്ളാന്റെ ഖുർആനിൽ, അള്ളാന്റെ കലാമിൽ, ഈ ഗ്രന്ഥത്തിൽ ഹുദൻ, അവർക്ക് ഹിദായത്തുണ്ട്, നേർമാർഗമുണ്ട്. നേർമാർഗം എന്ന് പറഞ്ഞാൽ
എവിടെ പോയാലും വിജയിക്കുന്ന വഴിയെന്നാണ് അർത്ഥം. എന്ത് ചെയ്താലും വിജയിക്കുക, എന്ത് തുടങ്ങിയാലും വിജയിക്കുക. കച്ചവടം തുടങ്ങിയാൽ വിജയിക്കും. കാരണം എന്തേ? കച്ചവടം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇയാൾ ഖുർആൻ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ കച്ചവടം പൊട്ടിയെന്ന് പരാജയപ്പെടുത്ത്, കച്ചവടം പൊട്ടിയെന്ന് പറയുന്ന മനുഷ്യ മനസ്സിലാക്കുക, നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ശ്രദ്ധിച്ചിട്ടില്ല. കച്ചവടം തുടങ്ങി, തുടക്കത്തിൽ ഒരു കച്ചവടം ഉണ്ടായിന്, പിന്നെ പോയി സൂറത്തുൽ ഫത്ഹ് പരിശോധിച്ചു നോക്കുക. വാർദ്ധക്യമാണ്, റാഹത്തെ കുറവ്, സൂറത്തുൻ നസ്ർ പരിശോധിക്കുക. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ അല്ലേ? വിശദീകരിക്കാൻ സമയമില്ലല്ലോ.